ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് തിരൂരാണ്, മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. ആക്ച്വലി ഞങ്ങൾ വന്ദേ ഭാരത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വന്നതാണ് തൃശ്ശൂരിൽ നിന്ന്. സോ വന്ദേ ഭാരതിന് നിയറസ്റ്റ് ആയിട്ടുള്ള നമുക്ക് പോകാൻ പറ്റിയ സ്റ്റേഷൻ ഞങ്ങൾ തപ്പി കിടന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചരിത്രം ഉറങ്ങിക്കെടുക്കുന്ന ഒരു സ്ഥലമുള്ളത് തിരൂരാണ്. 1400കളിലൊക്കെ ജീവിച്ചിരുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ, അതായത് മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന തുഞ്ചത്തെഴുത്തച്ഛൻ്റെ ജന്മദേശം ഇവിടെയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. ഇവിടെ ഇപ്പോൾ ഒരു മ്യൂസിയം സെറ്റപ്പിൽ ആളുടെ എല്ലാ കാര്യങ്ങളുമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുവിധ ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. അതിന് മുമ്പ് ഞാൻ വന്ദേ ഭാരതിൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഞാൻ ആദ്യമായിട്ട് വന്ദേ ഭാരതിൽ പോകുന്നത്. വന്ദേ ഭാരത് നിയർലി ഒരു എയർക്രാഫ്റ്റിൽ, ഒരു പ്ലെയിനിൽ യാത്ര ചെയ്യുന്ന പോലെയാണ്. അടിപൊളി ഫുഡ്, അതായത് ചിക്കൻ, അതുപോലെ തന്നെ കടല, ചോറ്, അതിൻ്റെ ഒപ്പം തന്നെ ഒരു പൊറോട്ട, പായസം, പ്ലസ് എൻട്രിയിൽ തന്നെ നമുക്ക് വാട്ടർ കിട്ടും. നല്ല സ്പെഷ്യലായിട്ടുള്ള സീറ്റ് ഉണ്ട്. അടിപൊളി എക്സ്പീരിയൻസ്, ടോട്ടലി നല്ല കിടലിന് എക്സ്പീരിയൻസ് ആണ് വന്ദേ ഭാരത്. ട്രെയിൻ മൂവ് ആവണത് അറിയില്ല. പഞ്ച്വാലിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും ഒരു 5 മിനിറ്റിൻ്റെ ഡിലേ അല്ലാതെ അതിനും വലിയ ഡിലേകളൊന്നും ഇല്ല. എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ ഞാൻ ബിസിനസ് ക്ലാസ്സിൽ പോയിട്ടുണ്ട്, എക്കോണമി ക്ലാസ്സിലൊക്കെ പോയിട്ടുണ്ട്, സൗദിയിലുള്ള ട്രെയിനിലൊക്കെ ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സൗദിയിലെ ട്രെയിനും നമ്മൾ ഈ വന്ദേ ഭാരത് വെച്ച് നോക്കുമ്പോൾ വന്ദേ ഭാരതാണ് കുറച്ചുകൂടി സൂപ്പർ. അതായത് നമ്മൾ റെയിൽവേ സ്റ്റേഷൻ നമ്മൾ പഴയ പോലെ കൂറ പിടിച്ച് കിടക്കുകയാണ്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ട്രെയിനകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ വേറെ ലെവലാണ്, ഒരു രക്ഷയില്ല. സോ ലെറ്റ്സ് ബാക്ക് ടു തിരൂർ. ഞാനിപ്പോൾ ഉള്ളത് തിരൂരാണ്, തുഞ്ചൻ പറമ്പ് എന്ന സ്ഥലത്താണ്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ വീട്ടിലാണ്. നമുക്കപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം.